ആനകളുമായിട്ട് വളരെയധികം സ്നേഹവും താല്പര്യവും മനസ്സിൽ തോന്നിയ ഒരു കാലം. ആ കാലത്ത് എൻ്റെ കരുവറ്റ നാട്ടിലെ അനവധി ആനകളെ പഴയ ആനകളായ മുല്ലയ്ക്കൽ സീതാറാമൻ, അതേപോലെ തന്നെ കണ്ടിയൂർ ശ്രീകണ്ഠനാന, അമ്പലപ്പുഴ കൊച്ചുരാമേന്ദ്രൻ, ചേർത്തല പ്രമീള, കാർത്തിയായനി ആന, അങ്ങനെ പലവിധ ആനകളെയും കൊണ്ട് നടക്കുന്ന പഴമക്കാരായ ആനക്കാരുടെ ശൈലികൾ കണ്ട് എനിക്കും അതിൽ വളരെ ആകാംക്ഷ തോന്നി. എനിക്കതിൽ ഒരാനക്കാരനാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം. ആനക്കാരനെന്ന് പറഞ്ഞാൽ എൻ്റെ ആശാൻ, അദ്ദേഹത്തിൻ്റെ പേര് രാജസ്വാമി എന്നാണ്. അദ്ദേഹവുമായിട്ട് ഇടപഴകാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു വലിയൊരു സന്ദർഭം വന്നു ചേർന്നത് കൊണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ 6 വർഷക്കാലം ജോലിയെടുക്കുവാൻ എനിക്ക് വലിയൊരു ഭാഗ്യം സിദ്ധിച്ചു. 1983 ഒരു അപകടം ഉണ്ടായി. ആന എന്നെ തട്ടിയിട്ട് കുത്തുകയും ഒരുപാട് പരിക്കേൽക്കുകയും, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ മുടയുടെ, അതായത് മദപ്പാടിൻ്റെ ആരംഭഘട്ടം, ആ ഘട്ടത്തിലാണ് 83 മെയ് 9 ചെറിയനാട് എടമുറി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് ആന എന്നെ തട്ടിയിട്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും എൻ്റെ കുടൽ ഒക്കെ പുറത്തു വരികയും, അപ്പോൾ അത് മാരകമായ ഒരു പരിക്ക് പറ്റി, കുടൽമാലയൊക്കെ പുറത്തു പോന്നു. അങ്ങനെ എന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജ് അല്ലാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, 1983 മെയ് 9 ആയിരുന്നു പരിക്കേൽപ്പിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നു. 10 എല്ലാ പത്രങ്ങളും എഴുതി ഞാൻ മരിച്ചുപോയി എന്നും പറഞ്ഞു പത്രത്തിലൊരു വാർത്ത വന്നു. വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ടായിരുന്നു അതങ്ങനെ ഒരു ഡോക്ടർമാരാണ് അങ്ങനൊരു റിപ്പോർട്ട് കൊടുത്തത് പോലീസിന്. അദ്ദേഹം രക്ഷപ്പെട്ടില്ല, ഇന്നപോലാണ് എന്നുള്ള അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ടും അതേപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളെ സ്മരിച്ചുകൊണ്ടും ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ സ്വദേശം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ കരുവറ്റ, ഹരിപ്പാടിനടുത്തുള്ള കരുവറ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് എൻ്റെ ജന്മദേശം. 1962 എൻ്റെ ജനനം. അതിനുശേഷം എനിക്കൊരു 10 വയസ്സെങ്കിലും ആകുന്ന ഒരു കാലയളവിൽ ആനകളുമായിട്ട് വളരെയധികം സ്നേഹവും താല്പര്യവും മനസ്സിൽ തോന്നിയ ഒരു കാലം. ആ കാലത്ത് എൻ്റെ കരുവറ്റ നാട്ടിലെ അനവധി ആനകളെ പഴയ ആനകളായ മുല്ലയ്ക്കൽ സീതാറാമൻ, അതേപോലെ തന്നെ കണ്ടിയൂർ ശ്രീകണ്ഠനാന, അമ്പലപ്പുഴ കൊച്ചുരാമേന്ദ്രൻ, ചേർത്തല പ്രമീള, കാർത്തിയായനി ആന, അങ്ങനെ പലവിധ ആനകളെയും കൊണ്ട് നടക്കുന്ന പഴമക്കാരായ ആനക്കാരുടെ ശൈലികൾ കണ്ട് എനിക്കും അതിൽ വളരെ ആകാംക്ഷ തോന്നി. എനിക്കതിൽ ഒരാനക്കാരനാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുദിക്കുകയും 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ 1976 ഞാൻ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീടിനടുത്ത് ഒരു ഗുരുദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, ആശ്രമം, ഗോലോകാശ്രമം എന്ന് പറയും, കരുവറ്റ. അവിടെ എഴുന്നള്ളിക്കാൻ വന്ന സമയത്ത് ആനയെ കാണാൻ വെറുതെ ആകാംക്ഷ കൊണ്ടും സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും അതിനോടുള്ള ഏറ്റവും കൂടുതൽ വാത്സല്യം കൊണ്ടും ഞാൻ ആ സ്ഥലത്ത് ആനയെ കാണാൻ പോയി. വീടിനടുത്താണ്. അങ്ങനെ പോയി ആനയെ കണ്ടു. ആനക്കാരനെന്ന് പറഞ്ഞാൽ എൻ്റെ ആശാൻ, അദ്ദേഹത്തിൻ്റെ പേര് രാജസ്വാമി എന്നാണ്. അദ്ദേഹവുമായിട്ട് ഇടപഴകാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു വലിയൊരു സന്ദർഭം വന്നു ചേർന്നത് കൊണ്ട് ഞാൻ ആ ആനയിലെ എന്നെ ക്ഷണിക്കുകയും എൻ്റെ ആഗ്രഹം സഫലീകരിച്ചെന്നുള്ളൊരു വലിയ ആഗ്രഹം
ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് ആളിപ്പടരുകയും ഞാൻ ആ ആനയോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിലൊന്നും അറിയാതെ ഞാൻ പോകുന്ന സന്ദർഭമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ 6 വർഷക്കാലം ജോലിയെടുക്കുവാൻ എനിക്ക് വലിയൊരു ഭാഗ്യം സിദ്ധിച്ചു തന്നു. അത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ തന്നെ 2 ആനകളെ അഴിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ എനിക്ക് തന്നു. അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം ഏതാണ്ട് ഒരു 7-8 വർഷക്കാലം അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചനുജനെ പോലെ എന്നെ കൊണ്ടു നടക്കുവാനും ആനകളുടെ പരിചരണത്തിൽ ഏറ്റവും നല്ല ഒരു ആനക്കാരനാക്കി എടുക്കുവാൻ സമാധാനപരമായിട്ട്, അതായത് മറ്റുള്ള അഹങ്കാര ബുദ്ധികളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ആ ശിക്ഷണത്തിൽ വളരുവാൻ എനിക്ക് സാധിച്ചു. അത് എനിക്ക് നാളിതുവരെ അത് സാധിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം തന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നപ്പോൾ ഒരു ജോലി പഠിക്കണമെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നൊരു പ്രതിഫലമായിട്ട് എനിക്ക് ജോലിയാണ് വലുതെന്ന് ചിന്തിച്ച് ഞാൻ നിന്ന ഒരാളായിരുന്നു. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതേപോലെ തന്നെ പ്രവൃത്തികളും എല്ലാം ശിരസാ വഹിച്ച് അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുവാൻ എനിക്ക് വളരെയേറെ ഭംഗിയായ രീതിയിൽ ജോലി ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിനോടൊരു പ്രതിഫലം ചോദിക്കുകയോ വാങ്ങുകയോ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ എനിക്ക് വളരെ ഭംഗിയായിട്ട് ആ ജോലികളൊക്കെ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷവും അതിലുപരി എനിക്ക് അദ്ദേഹം നൽകിത്തന്ന ആ സ്നേഹവാത്സല്യങ്ങൾ തുടർന്നും എനിക്ക് അത് കൊണ്ടു നടക്കുവാനും ഒരാളുമായിട്ടൊരു വഴക്കോ വക്കാണോ അല്ലെങ്കിൽ മറ്റുള്ളൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഒരു ആനകളിൽ എങ്ങനെ പെരുമാറണം, ആൾക്കാരുമായിട്ട് എങ്ങനെ പെരുമാറണം എന്ന് അദ്ദേഹം എനിക്ക് വളരെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ച് തന്നതുകൊണ്ട് ആ സമാധാനത്തിങ്കൽ ഒരു പ്രവൃത്തി എടുക്കുവാൻ എനിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വളർന്നതിന് ശേഷം ചെറിയനാട് ഗിരീശൻ എന്ന് പറഞ്ഞ ഒരാന, ഗിരീശനല്ല മുരളി എന്ന് പറഞ്ഞ ഒരാന, കോന്നി ഗോപാലകൃഷ്ണപിള്ളയുടെ മുരളി എന്ന് പറഞ്ഞ ഒരാനയിലാണ് ആദ്യമായി ഞാൻ ഒരാനയെ ഒറ്റയ്ക്കഴിച്ചു കൊണ്ട് നടക്കാൻ ഉള്ളൊരു പ്രാപ്തി ഉണ്ടായതും ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാനുള്ള ഒരു വലിയ ധൈര്യം എൻ്റെ ആശാൻ തന്നു വിട്ടത്. അത് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞു. ആ ആനയിൽ ഒരു വർഷക്കാലം 1.5 വർഷക്കാലം അതിലെനിക്ക് പ്രവൃത്തിയെടുക്കാൻ കഴിഞ്ഞു. മുരളി എന്ന് പറഞ്ഞ ഒരു ആനയായിരുന്നു, കോന്നി ഗോപാലകൃഷ്ണപിള്ള സാറിൻ്റെ ആനയായിരുന്നു. അദ്ദേഹം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വാച്ച്മാനായിരുന്നു. അദ്ദേഹത്തിന് 3 ആനയുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ ആനയായിരുന്നു മുരളി ആന. അതിലെനിക്ക് പ്രവൃത്തിയെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഗിരീശൻ എന്ന് പറഞ്ഞ ഒരാനെ ഞാൻ അഴിച്ചു കെട്ടി. അത് ചെറിയനാട് അശോക ചിട്ടി ഫണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആനയായിരുന്നു. കെ ശിവരാമക്കുറുപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആനയായിരുന്നു. അതിൽ ഞാൻ ഏതാണ്ട് ഒരു 2-2.5 വർഷക്കാലം അതിലെ പ്രവൃത്തിയെടുക്കാൻ കഴിഞ്ഞു. അതിനെ ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കുവാനും കഴിഞ്ഞു. അതിൽ നിന്ന് എനിക്ക് 1983 ഒരു അപകടമുണ്ടായി. ആന എന്നെ തട്ടിയിട്ട് കുത്തുകയും ഒരുപാട് പരിക്കേൽക്കുകയും, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ മുടയുടെ, അതായത് മദപ്പാടിൻ്റെ ആരംഭഘട്ടം, ആ ഘട്ടത്തിലാണ് 83 മെയ് 9 ചെറിയനാട് എടമുറി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് ആന എന്നെ തട്ടിയിട്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും എൻ്റെ കുടലൊക്കെ പുറത്തു വരികയും വളരെ മാരകമായിട്ടുള്ള ഒരു വലിയൊരു മുറിവും കാര്യങ്ങളും, ആനയിൽ നിന്ന് വലിയ പരിക്കാണ് ഏറ്റത്. പരിക്കേറ്റെങ്കിൽ പോലും എന്നെ ഇപ്പോഴും ഇങ്ങനെ എനിക്ക് ജോലി എടുക്കാനൊരവസരം ഭഗവാനും അതേപോലെ തന്നെ എന്നെ സ്നേഹിച്ച ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും നല്ല മനസ്സുകൊണ്ടും ആർക്കും ഒരു ദോഷവും ചെയ്യാതെ പ്രവൃത്തിയെടുത്തതുകൊണ്ട്, നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് പ്രവൃത്തിയെടുത്തതുകൊണ്ട് എനിക്കിന്നും തുടർന്നും ജോലിയിൽ തുടരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് മാരകമായ ഒരു പരിക്ക് പറ്റി കുടൽമാലയൊക്കെ പുറത്തു പോന്നു. അങ്ങനെ എന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജ് അല്ലാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, 1983 മെയ് മാസം 9 ആയിരുന്നു എന്നെ ഇങ്ങനെ ഒരു പരിക്കേൽപ്പിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നു. 10 എല്ലാ പത്രങ്ങളും എഴുതി ഞാൻ മരിച്ചുപോയി എന്നും പറഞ്ഞ് പത്രത്തിലൊരു വാർത്ത വന്നു. വാർത്തയുടെ അടിസ്ഥാനത്തിൽ അനവധി രോഗികൾ എന്നെ
വന്ന് കണ്ടു. അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 6ാം വാർഡിലായിരുന്നു എന്നെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അത് വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ടായിരുന്നു. അതങ്ങനെ ഒരു ഡോക്ടർമാരാണ് അങ്ങനൊരു റിപ്പോർട്ട് കൊടുത്തത് പോലീസിന്, ഇദ്ദേഹം രക്ഷപ്പെടില്ല ഇന്ന പോലാണ് എന്നുള്ള അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റായിരുന്നു അങ്ങനെ പത്രങ്ങളിലൊക്കെ വന്നത്. അങ്ങനെ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ രോഗികളെല്ലാം വന്ന് എന്നെ കണ്ടിട്ട് എനിക്ക് കോളറ പിടിപെടുന്നൊരവസരമുണ്ട് 4ാം ദിവസം. അങ്ങനെ ഞാൻ അന്നത്തെ 5ാമത്തെ ദിവസവും ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു സ്റ്റേജിലെത്തി. അങ്ങനെ എന്തോ നമ്മുടെ എറണാകുളം അരൂര് കുമ്പളത്തുള്ള ഒരു സരോജിനി എന്ന് പറഞ്ഞൊരു സ്ത്രീയും അവിടുത്തെ ഒരു ജീവനക്കാരിയാണ്, മാവേലിക്കരയുള്ള ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരു അറ്റൻഡറും, അദ്ദേഹം ഇപ്പോൾ അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനോ എൻ്റെ വീട്ടുകാരുമായിട്ടോ ആരുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് അവരവിടുത്തെ ജീവനക്കാരി ആയതുകൊണ്ട് അവരുടെ ഈ സരോജിനി എന്ന് പറയുന്ന അവരുടെ മകൻ എന്നെപ്പോലെ തന്നെയാണ് എന്നും പറഞ്ഞാണ് അവർ അന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ മരുന്നില്ല എങ്കിൽ ഡോക്ടർ കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ DMO ഒപ്പിട്ട് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് മരുന്ന് ഇഷ്യൂ ചെയ്യും. സർക്കാർ പൈസ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 1983. അങ്ങനെ അവർ DMO എടുക്കാൻ പോയി അവരത് ഒപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് എനിക്ക് മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇഞ്ചക്റ്റ് ചെയ്താണ് ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെട്ട 53 ദിവസം ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. പിന്നീട് വീട്ടിൽ പോയി ഏതാണ്ടൊരു 5 മാസം കൂടി ഞാൻ വീട്ടിൽ ശരീര റെസ്റ്റ് എടുത്തിരുന്നു. അങ്ങനെ അസുഖം എന്ന് പറയുന്നത് ഈ കുടലൊക്കെ അന്നത്തെ കാലത്ത് നല്ല സർജറിയൊക്കെ നടത്തിയിട്ടെങ്കിൽ പോലും കിട്ടത്തില്ലെന്നുള്ളൊരു മനസ്സോടുകൂടി ചെയ്തതുകൊണ്ട് കുടൽ തമ്മിൽ ഒട്ടുമായിരുന്നു, വയറ് വിശക്കുമ്പോൾ ഒട്ടുമായിരുന്നു. അന്നേ ഡോക്ടർ പറഞ്ഞു അത് അടുത്ത 2 കൊല്ലത്തിനകം ഇത് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പറഞ്ഞു. അന്നത്തെ ഡോക്ടർമാരെന്ന് പറയുന്നത് KV റോയി എന്ന് പറഞ്ഞൊരു ഡോക്ടറും ആനന്ദൻ തമ്പി എന്ന് പറഞ്ഞ ഡോക്ടറും NK വിജയൻ എന്ന് പറഞ്ഞ ഡോക്ടർമാരായിരുന്നു എന്നെ ചികിത്സിച്ചതും. അവരുടെ വളരെ നല്ല പരിശ്രമത്തിൻ്റെയും അവരുടെ നല്ല മനസ്സിൻ്റെയും അവരെ ദൈവത്തെ പോലെ വേണം കാണാൻ. അങ്ങനെ അവരുടെ ഒരു മനസ്സും അവരുടെ ട്രീറ്റ്മെൻറ്റുമാണ് എന്നെ ഇത്രയധികം രക്ഷപ്പെടുത്തുവാനും അതേപോലെ തന്നെ എന്നെ ഇത്രയും ആരോഗ്യത്തോടെ ഇരുത്തുവാനും അവരാണ്. ഭഗവാൻ കഴിഞ്ഞാൽ അവരാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്നുള്ളതാണ് ഞാൻ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. ഇന്നും അവരെ എപ്പോഴും മനസ്സിൽ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം അതിൽ 2 ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു ഡോക്ടറുണ്ട്, ഞാൻ മിക്കവാറും കാണാറുണ്ട്, മാവേലിക്കരയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹമായിട്ട് ഒരുപാട് സംസാരിക്കും. NK വിജയൻ എന്ന് പറഞ്ഞ ഡോക്ടർ, അദ്ദേഹമായിട്ട് ഒരുപാട് സംസാരിക്കും. അദ്ദേഹത്തിന് പലപ്പോഴും കാണാനുള്ള ഒരു സന്ദർഭമൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേ ആനന്ദൻ തമ്പി എന്ന് പറഞ്ഞ ഡോക്ടറെയും KV റോയി എന്ന് പറഞ്ഞ ഡോക്ടറെയും ഈ സരോജിനി കുട്ടപ്പൻ ഇവരെ ആരെയും പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല, കാണാനൊട്ട് കഴിഞ്ഞിട്ടുമില്ല, നാളെ ഇതുവരെ കണ്ടിട്ടുമില്ല, അവരുമായിട്ടൊരു സമ്പർക്കം പുലർത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനൊരു ജോലി എടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എന്നെ 2 വർഷക്കാലം പിന്നെ അത് കഴിഞ്ഞ് 6 മാസക്കാലം ഞാൻ വീട്ടിൽ ട്രീറ്റ്മെൻറ്റായിട്ടിരുന്നു. നല്ല ചികിത്സയൊക്കെ എൻ്റെ വീട്ടിലെ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളും ഒക്കെ എന്നെ ഭംഗിയായ രീതിയിൽ നോക്കി വളരെ ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ വളരെ ആരോഗ്യവാനായിട്ട് കഴിഞ്ഞുകൂടിയും 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആനയുടെ കൂടെയുള്ള ജോലിയിൽ തുടർന്നു പോയി. നാളിതുവരെ ആ ജോലി നിർത്താനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ ഒരു 6 മാസം, അതല്ല അതിൽ കൂടുതൽ റെസ്റ്റ് എടുത്തിരുന്നിട്ടില്ല. അങ്ങനെ ഞാൻ 88 വരെയുള്ള കാലയളവിൽ നാട്ടുംപുറങ്ങളിൽ ജോലിയെടുത്തു, പല ആനകളിലും ജോലിയെടുത്തു. അതായത് രാജശേഖരൻ ആന, അതേപോലെ തന്നെ വനമോഹനൻ, അതേപോലെ തന്നെ കൊച്ചുമോൻ, അതേപോലെ തന്നെ ശങ്കരൻകുട്ടി ആന, അങ്ങനെ പല ആനകളിലും ജോലിയെടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ പോപ്സൻ്റെ ഉണ്ണികൃഷ്ണ ആന. ഗുരുവായൂർക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ അയക്കുന്നു, എനിക്കവിടെ ജോലി കിട്ടുന്നു 88. അങ്ങനെ ആ 88 എനിക്കവിടെ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം 2018 വരെ എനിക്കവിടെ ജോലി എടുക്കാനുള്ളൊരവസരം
ഭഗവാൻ തന്നു. ഭംഗിയായ രീതിയിൽ അവിടെ നിന്ന് ജോലിയെടുക്കുവാനും പല ആനകളെ അഴിച്ചു കെട്ടുവാനും പല നല്ല നല്ല ആനകളെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ആനകളെ 1-2 ആനകളെ അവിടെ അഴിച്ചു കെട്ടാനുള്ള ഒരു ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടി. അതൊക്കെ വളരെ നല്ല ഭംഗിയായ രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്ത് പോരുന്ന ഒരു രീതിയിലേക്കാണ് ഞാൻ പോകുന്നത്.